നമസ്കാരം. ഇറാൻ ഭരണകൂടത്തെ കത്തിച്ച് ട്രംപ്. അമേരിക്കൻ സേനയുടെ കടന്നുകയറ്റം രാജ്യത്തെ ചാരമാക്കി മാറ്റി. ഇറാൻ ഭരണകൂടത്തെയും ആ രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങളെയും പൂർണ്ണമായും തകർക്കുമെന്ന കടുത്ത ഭീഷണിയുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭീഷണി. ഇറാൻ ഭരണകൂടത്തെ കത്തിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ട്രംപിന്റെ തീരുമാനം. അമേരിക്കൻ സേനയുടെ കടന്നുകയറ്റം രാജ്യത്തെ ചാരമാക്കി മാറ്റുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം പിൻവലിക്കില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് ഇറാൻ നേതാക്കൾക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള ആക്രമണ ഭീഷണിയാണ് ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യൽ വഴി നടത്തിയിരിക്കുന്നത്. വെടിനിർത്തൽ കാലാവധി അനിശ്ചിതമായിട്ട് നീട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രകോപനപരമായിട്ടുള്ള പുതിയ പ്രസ്താവനയുമായിട്ട് ട്രംപ് രംഗത്തെത്തുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുവാൻ തനിക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ട് എന്ന് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഉപരോധം നീക്കിയാൽ ഇറാനുമായിട്ട് ഒരു കരാറിലെത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം തന്നെ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ചർച്ചകൾ പരാജയപ്പെടുകയാണ് എങ്കിൽ ഇറാന്റെ ഭരണ നേതൃത്വത്തെയും അവശേഷിക്കുന്ന സൈനിക സാമ്പത്തിക സ്രോതസ്സുകളെയും ഒന്നടങ്കം ഇല്ലാതാക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതായത് ആ രാജ്യത്തിനെ മുഴുവൻ അഗ്നിഗോളത്തിനിരയാക്കും, കത്തിച്ചാമ്പലാക്കും എന്നുള്ളതാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നു പോകുന്ന പാതയാണ് ഈ ഹോർമൂസ്. ഉപരോധം കാരണം ഇറാൻ പ്രതിദിനം ഏകദേശമായി $500 ദശലക്ഷം നഷ്ടമാണ് നേരിടുന്നത് എന്നുള്ള ട്രംപിന്റെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവർ ചർച്ചകൾക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ തന്റെ മുന്നിൽ മുഖം രക്ഷിക്കുവാനുള്ള ശ്രമമാണ് ഇറാൻ നടത്തുന്നത് എന്നും ഉപരോധം തുടരുന്നത് ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുമെന്നും രാജ്യം നിലവിൽ ഒരു നൂൽപ്പാലത്തിലാണ് എന്ന് കൂടി അദ്ദേഹം കുറിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഇതിനിടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ചർച്ചകളുടെ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകാത്തതിനെ തുടർന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പാകിസ്ഥാൻ യാത്ര വൈറ്റ് ഹൗസിനെ റദ്ദാക്കി. ഇസ്ലാമാബാദിൽ വെച്ച് ഇറാന്റെ പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്താനിരുന്ന വാൻസ് എന്നാൽ ഉപരോധം നീക്കാതെ ചർച്ചകൾക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഇറാൻ തീരുമാനിക്കുകയും ചെയ്തതോടുകൂടി വാൻസ് ചർച്ചകൾക്ക് വരാതെയായി. അമേരിക്കയുടെ നടപടികൾ അംഗീകരിക്കാനാവില്ലെന്നും തുറമുഖങ്ങളുടെ ഉപരോധം നീക്കുകയാണ് ചർച്ചകൾ പുനരാരംഭിക്കുവാനുള്ള ഏകമാർഗമെന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി വ്യക്തമാക്കുന്നു. എന്നാൽ ഉപരോധം തുടരുമെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുമ്പോഴും സമാധാന ചർച്ചകൾ പൂർണ്ണമായിട്ടും വഴിമുട്ടിയ അവസ്ഥയിലാണ്. ചർച്ചകൾക്കായിട്ട് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും മരുമകനായിട്ടുള്ള ജാരദ് കുഷ്നറും വാഷിംഗ്ടണിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. തന്റെ വിദേശ നയത്തെ വിമർശിച്ച വാൾ സ്ട്രീറ്റ് ജേർണലിസത്തിനെതിരെയും ട്രംപ് ആഞ്ഞടിക്കുകയാണ്. ഇറാൻ തന്നെ കബളിപ്പിക്കുകയാണ് എന്ന പത്രത്തിന്റെ ലേഖനത്തെ വിഡ്ഢിത്തം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ 47 വർഷമായി അമേരിക്കൻ പ്രസിഡന്റുമാരെ ഇറാൻ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നും എന്നാൽ താൻ വന്നതോടെ ഇറാൻ തകർന്നടിഞ്ഞുവെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അത് എന്തിന്റെ പുറത്താണെന്ന് അറിയില്ല കേട്ടോ. ഇറാന്റെ നാവികസേന കടലിന്റെ അടിത്തട്ടിലാണ് എന്നും വ്യോമസേന ഇല്ലാതായി എന്നൊക്കെ ട്രംപ് പരിഹസിക്കുമ്പോഴും ഇറാന്റെ ശക്തി എന്താണ് എന്ന് തിരിച്ചറിയുവാൻ മണിക്കൂറുകൾ മതിയെന്നതാണ്. ഇറാന്റെ ആണവ പരീക്ഷണശാലകളും സംഭരണശാലകളും അമേരിക്കൻ സൈന്യം തകർത്ത കാര്യം ട്രംപ് എടുത്തു പറയുകയാണ്. മുൻ പ്രസിഡന്റ് ബാരാക് ഒബാമയുടെ ഇറാൻ നയത്തെയും അദ്ദേഹം വിമർശിക്കുകയാണ്. ഒബാമ ഇറാനുമായി ഉണ്ടാക്കിയ ആണവ കരാർ ഒരു ബ്ലൈറ്റ് കരാറാണ് എന്നാണ് ട്രംപിന്റെ പക്ഷം. 2020 ഖാസി സുലൈമാനിയെ വധിച്ചത് വഴി ഇറാൻ തകർന്നു എന്നുള്ള നിരീക്ഷണങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ നിലവിൽ രൂക്ഷമായിട്ട് അധികാര തർക്കം നടക്കുന്നുണ്ട് എന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ഭിന്നത പ്രയോജനപ്പെടുത്തി ഇറാന്റെ മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുവാനാണ് ട്രംപ് ഇപ്പോൾ നടക്കുന്നത്. സൈനിക നടപടികൾക്ക് പകരം മറ്റു മാർഗങ്ങളും ട്രംപ് ആലോചിക്കുന്നുണ്ട് എങ്കിലും ഏത് നിമിഷവും വ്യോമാക്രമണം പുനരാരംഭിച്ചേക്കാമെന്ന ഭീതി പശ്ചിമേഷ്യയിൽ നിലനിൽക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നത് ആഗോള ഇന്ധന വിലയെ സാരമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അമേരിക്കയിൽ തന്നെ പെട്രോൾ വില കുതിച്ചു വരുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയാണ്. എങ്കിലും ഇറാന്റെ ആണവ മോഹങ്ങൾ പ്രദർശിപ്പിക്കാനാകാതെ ഉപരോധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള വാശിയിൽ വൈറ്റ് ഹൗസിൽ എത്തിയിരിക്കുന്നു. യുദ്ധം 54ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ട്രംപിന്റെ പുതിയ പ്രസ്താവന ഇറാനെ പ്രകോപിപ്പിക്കുവാനും മേഖലയിൽ വീണ്ടും സംഘർഷം സൃഷ്ടിക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സമാധാന ചർച്ചകൾക്ക് ഇനിയും സാധ്യതയുണ്ടോ അതോ മേഖല നേരിട്ടൊരു മഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യും. അവിടെയാണ് അത്തരത്തിലൊരു മഹായുദ്ധത്തിന്റെ സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇനിയുള്ള ബാക്കി വരുന്ന ഇറാൻ രാജ്യത്തിന്റെ ബാക്കിഭാഗങ്ങളെയും ഇറാൻ ഭരണകൂടത്തെയും കത്തിക്കുവാൻ ട്രംപ് തീരുമാനിക്കുന്നത്. അമേരിക്കൻ സേനയുടെ കടന്നുകയറ്റം എന്ന് പറയപ്പെടുന്നത് ഒരു രാജ്യത്തെ ചാരമാക്കിക്കൊണ്ടാണ് എന്നുള്ളതാണ്.
അത് പക്ഷേ ഒരിക്കലും ശരിയല്ല. പക്ഷേ പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഏത് തരത്തിലാണോ തിരിച്ചടി വരുന്നത് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുവാൻ തയ്യാറാവുകയാണ് ഇറാൻ എന്നത്. ഇറാൻ ഭരണകൂടത്തെ കത്തിച്ച് ട്രംപ് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ കത്തിക്കുന്ന അമേരിക്കൻ നേതാവിനെ അല്ലെങ്കിൽ പ്രസിഡന്റ് ട്രംപിനെ വളരെ കൃത്യമായി തകർക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഇറാന് മുന്നിലുള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.